വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മല്ലശ്ശേരി സ്വദേശികളായ നവദമ്പതികളായ നിഖിലും അനുവുമാണ് മരിച്ചത്. ഒപ്പം തന്നെ ഇവരുടെ പിതാക്കന്മാരും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. ആന്റണി ജസ്റ്റ് ജോർജ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ആന്റണി, എന്തായാലും അപകടം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇവരുടെ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അനുവിൻ്റെയും അതുപോലെ തന്നെ നിഖിലും അതുപോലെ തന്നെ ഈ മാത്യു ഈപ്പനും ബിജുവും അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ്. അനുവിൻ്റെ നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ്. സഹോദരി എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു കേസ് എടുത്തിരിക്കുന്നത് ഈ അലക്ഷ്യമായി വാഹനം ഓടിച്ചെന്നും അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചു എന്നുള്ളൊരു കേസ്, ഒരു FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ഏതായാലും ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയ ഈ അപകടം ഉണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഈ അപകട വാർത്തകൾ കേട്ടാണ് കേരളം പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ആലപ്പുഴയിൽ 5-6 വിദ്യാർത്ഥികൾ വാഹനത്തിൽ ഈ അപകടത്തിൽ മരിക്കുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാലക്കാട് 4 വിദ്യാർത്ഥികൾ ലോറി പാഞ്ഞു കയറി മരിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് കേരളത്തെ വീണ്ടും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഈ വാർത്തയും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ കൂടൽ മുറിഞ്ഞ പാലത്ത് വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അതുപോലെ നിഖിൽ മാത്യു, അതുപോലെ തന്നെ നിഖിലിൻ്റെ ഭാര്യ അനു, നിഖിലിൻ്റെ പിതാവ് മാത്യു ഈപ്പൻ, അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഈ അനുവിൻ്റെയും നിഖിലിൻ്റെയും കല്യാണം കഴിഞ്ഞ നവംബർ 30-നാണ്. 15 ദിവസമാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകുന്നത്. അതിനുശേഷം അവർ മലേഷ്യയിൽ മധുവിധുവിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. ആ മധുവിധു കഴിഞ്ഞ് ഇരുവരും ഇന്നലെയാണ് എത്തുന്നത്. അവരെ കൂട്ടാനായാണ് ബിജുവും അതുപോലെ തന്നെ മാത്യു ഈപ്പനും കാറുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ചെന്നത്. അവിടെ നിന്ന് ഇരുവരുമായി വീട്ടിലേക്ക് വരികയാണ്. വീടെത്തുന്നതിന് ഇവർ മല്ലശ്ശേരി സ്വദേശികളാണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്ക് ഉള്ളത്. ആ വീടെത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് കാറ് ചെന്ന് ഇടിക്കുകയായിരുന്നു. ബസ്സിൻ്റെ വലതുഭാഗത്താണ് ഈ കാറ് ചെന്ന് ഇടിച്ചത്. ആ കാറിൽ അപ്പോൾ തന്നെ ഈ അനു ഒഴികെയുള്ള മറ്റെല്ലാവരും ആ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് ഇത് കണ്ട് ആളുകൾ പറഞ്ഞത്. അനുവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആശുപത്രിയിൽ വെച്ചാണ് അനുവും മരണത്തിന് കീഴടങ്ങുന്നത്. ഏതായാലും ഈ മൂവാറ്റുപുഴ പുനലൂർ റോഡിലാണ് ഈ അപകടം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ അപകടങ്ങൾ സ്ഥിരമായി പതിവാണെന്നുള്ള കാര്യം ഈ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. ഈ റോഡ് പുനർനിർമ്മിച്ച ശേഷം ഇവിടെ വാഹനാപകടങ്ങൾ സ്ഥിരമായി വരുന്ന ഒരു സാഹചര്യമായി നിലവിലുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഏതായാലും ഈ ശബരിമല തീർത്ഥാടകരുണ്ടായിരുന്ന തെലങ്കാനയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. 19 തീർത്ഥാടകരാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. അവരിപ്പോൾ മടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തർക്കമില്ല. ഏതായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ വാഹനം കാറ് ഈ ബസ്സിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നാട് ഒക്കെ വലിയ സങ്കടത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ അത് വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ സഹോദരി എത്തിയ ശേഷമായിരിക്കും അക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് നിഖിൽ നാട്ടിലെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ നവദമ്പതികൾ അവരുടെ മധുവിധു ആഘോഷിച്ച ശേഷം മടങ്ങി വരുമ്പോഴാണ് ഇത്തരം ഒരു ദുരന്തം അവരെ തേടിയെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വ്യക്തമാണ് ആന്റണി. എന്തായാലും 8 വർഷത്തെ പ്രണയം അതൊടുവിൽ വിവാഹത്തിലേക്ക് എത്തുന്നു. വിവാഹം കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ആ കുടുംബത്തെ തേടിയെത്തിയത്. അപകടത്തിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നവദമ്പതികളായ അനുവും നിഖിലും ഒപ്പം തന്നെ 2 പേരുടെയും അച്ഛന്മാരും മരണപ്പെടുന്ന ഒരു സാഹചര്യം. 2 പേരും ഈ പറഞ്ഞതുപോലെ തന്നെ മധുവിധുവിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. അപകടത്തിൽ 3 പേരും തൽക്ഷണം മരണപ്പെടുകയും
അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അമിത വേഗതയാണോ, ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളൊന്നും ഇന്നുണ്ടാകില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആന്റണി ജോസ് ജോർജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.